സോ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ EVS ലിവിങ് സേഫ്ലി സുരക്ഷിത ജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്കറിയാം അല്ലേ, നമ്മുടെ ക്ലോത്ത്സ്, നമ്മുടെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അത് ചൂടുകാലത്തായിക്കോട്ടെ തണുപ്പ് കാലത്തായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻസെക്റ്റിൽ നിന്ന് അല്ലെ, പ്രാണികളിൽ നിന്ന് നമ്മളെ അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഴുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ അഴുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ എല്ലാ ക്ലൈമറ്റിലും എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ അല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അത് മക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ചോദ്യം വരുവാണ്, വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ദ ക്ലോത്ത്സ് ദാറ്റ് വി വെയർ ഡ്യൂറിങ് സമ്മർ ഹാവ് അല്ലെ. സമ്മർ സീസണിൽ, അതായത് ചൂട് കാലത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ മക്കളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ചൂട് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വിയർക്കുന്ന കാലമാണ് അല്ലേ, സ്വെറ്റ് അല്ലേ. അപ്പം നമ്മുടെ സ്വെറ്റിനെ, നമ്മുടെ വിയർപ്പിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അപ്പൊ അതാണ് ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ലി അല്ലേ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഈർപ്പത്തെ വേഗത്തിൽ തന്നെ അത് വലിച്ചെടുത്തിരിക്കണം. നെക്സ്റ്റ്, ദർ ഷുഡ് ബി ഇന്റർവേവ് ഗ്യാപ് ടു എൻഷുവർ ഫ്ലോ ഓഫ് എയർ അല്ലെ. വായു സഞ്ചാരം നമ്മൾ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കണം. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ പറയാറുണ്ട് ലൂസായിട്ടുള്ള വസ്ത്രം ധരിക്കാന്നൊക്കെ. ചൂടുകാലത്ത് നമ്മൾ എപ്പോഴും എന്താണ്, വായു സഞ്ചാരം, എയർ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ദേ ഷുഡ് ബി ലൈറ്റ് കളേർഡ്. നമ്മൾ ഒരിക്കലും ഇരുണ്ട നിറമുള്ള വസ്ത്രം ധരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുണ്ട നിറമുള്ള വസ്ത്രമാണെങ്കിൽ, ഡാർക്ക് കളറുള്ള ഡ്രസ്സാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ്, യെസ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലൈറ്റിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ചൂടിനെയൊക്കെ അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്, സൺലൈറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൂടും, കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും. സോ ലൈറ്റ് കളർ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുക, ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ലൂസ് ഫിറ്റിംഗ് അല്ലെ, അയഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇനി ഇതേ കാര്യം ഏത് രീതിയിലും മക്കളോട് ചോദിക്കാം. യെസ്, വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ റെയിനി സീസൺ അല്ലെ. മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, മഴക്കാലത്ത് നമ്മൾ ഇതേപോലെ അല്ല എന്ത് ചെയ്യുന്നത്, വസ്ത്രങ്ങൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മഴക്കാലത്ത് യൂണിഫോമിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് ഉണങ്ങാൻ പറ്റണം അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ യൂണിഫോം ഒക്കെ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, യെസ്, ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ക്ലോത്ത്സ് ദാറ്റ് ഡ്രൈ ക്വിക്ലി അല്ലെ. പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് ഉണങ്ങി കിട്ടണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആൻഡ് ബ്രീത്തബിൾ ക്ലോത്ത്സ് സോ ദേ ഡോണ്ട് ഫീൽ ഹെവി വെൻ ഇഫ് ദേ ഗെറ്റ് വെറ്റ് അല്ലേ. അതായത് നമ്മൾ കഴുകിയിടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഭാരക്കൂടുതലും തോന്നരുത്. അതുപോലെ നമ്മുടെ ദേഹത്ത് തന്നെ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞ് അത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് കൂടാൻ പാടില്ല അല്ലേ. അപ്പം നനഞ്ഞാലും, അതായത് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും വലിയ രീതിയിൽ വെയിറ്റ് ഇല്ലാത്ത വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതാണ് ഭാരം കുറഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ഓർ വാട്ടർ റെസിസ്റ്റൻറ്റ് ജാക്കറ്റ് ടു പ്രൊട്ടക്ട് ഫ്രം റെയിൻ അല്ലേ. നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ജാക്കറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതെന്താവണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം അല്ലേ, വാട്ടർ റെസിസ്റ്റൻറ്റ്. അതായത് ഈ പറഞ്ഞ പോലെ ജലത്തിന് ആഗിരണം ചെയ്യാത്ത മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറഞ്ഞ ജാക്കറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്തും വേനൽക്കാലത്തും അല്ലെങ്കിൽ കാലാവസ്ഥ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന വസ്ത്രങ്ങളുടെ പ്രത്യേകതകളും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട് എന്നുള്ളത് മക്കൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.